ഞാൻ ഇന്ന് എനിക്കൊരാൾ ആരോ ഗോപാലകൃഷ്ണൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഗോപാലകൃഷ്ണൻ എന്ന പേരുള്ള ഒരാൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത നമ്മുടെ സിനിമയുടെ ഒരു റിവ്യൂ എനിക്ക് എൻ്റെ ഒരു സുഹൃത്ത് വാട്സാപ്പിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തന്നു. എനിക്ക് അത് വായിച്ചപ്പോൾ മറ്റൊരു കാര്യം മനസ്സിലായത്, ഇത് ഈ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലുള്ള ബന്ധങ്ങളോ അതിനെക്കുറിച്ച് മാത്രമല്ല. ഈ റിവ്യൂവിൽ വായിച്ചോ എന്ന് എനിക്കറിയില്ല, ചിലപ്പോൾ വായിച്ചു കാണും. ഈ റിവ്യൂവിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ജെയിംസൺ ഡാലസ് കണ്ടു, എന്നെ ഈ സിനിമ തിരിച്ചു കൊണ്ടുപോയത് എൻ്റെ കുടുംബജീവിതത്തിലേക്കല്ല, മറ്റൊരു ഓർമ്മയിലേക്കാണ് എന്നാണ്. ഇദ്ദേഹം പണ്ട് മറന്നുപോയി, MSc-യോ MA-യോ എന്തോ പരീക്ഷ എഴുതാൻ വേണ്ടി ഇദ്ദേഹത്തിന് പരീക്ഷാ സെൻറ്റർ ഇദ്ദേഹം താമസിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് ഒരു 28 കിലോമീറ്ററോളം ദൂരെ ബസ്സിൽ പോകണമായിരുന്നു. അപ്പോൾ പരീക്ഷ എഴുതി തിരിച്ചു വരുന്ന സമയത്ത് ബസ്സിലിരുന്നപ്പോൾ ഇദ്ദേഹം ഇരുന്ന സീറ്റിൻ്റെ തൊട്ടടുത്ത് ഈ നമ്മുടെ സ്കിന്നിൽ ഇങ്ങനെ കുമിളകൾ പോലെ വരില്ലേ, അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ട്, അതിന്റെ പേരെനിക്കറിയില്ല. അതൊരു ഇൻഫെക്ഷസ് ഒന്നുമല്ല, അത് പകരുമൊന്നുമില്ല, മുഖത്തൊക്കെ വരും അത്. അപ്പൊ അത് പകരുമൊന്നുമില്ല. അങ്ങനെ ഒരാൾ ഇദ്ദേഹത്തിന്റെ അടുത്ത് വന്നിരുന്നു. അതെ, അടുത്ത് വന്നിരുന്നപ്പോ ഭയങ്കര അൺകംഫർട്ടബിൾ ആയി മാറിയിരുന്നു. അതെ, നമ്മളൊക്കെ ചിലപ്പോൾ ചെയ്തേക്കാം, നമ്മൾ ആരും വലിയ ഇതാണെന്ന് പറയുന്നില്ല. മാറിയിരുന്നു. കുറച്ച് കഴിഞ്ഞ് ബസ്സിൽ ആള് കൂടി, തിരക്ക് കൂടി. അപ്പോൾ അദ്ദേഹം കുറച്ചുകൂടെ അവിടെയൊക്കെ സൈഡിലൊക്കെ ആൾക്കാർ നിൽക്കുന്നതുകൊണ്ട് അടുത്തോട്ടിരിക്കേണ്ടി വന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇയാളുടെ കയ്യിലും ശരീരത്തിലുമൊക്കെ അയാൾ ഉരസി തുടങ്ങി, ഈ ബസ്സിൻ്റെ ഉലച്ചിൽ. ഇത് 2-3 പ്രാവശ്യമായപ്പോൾ അറിയാതെ ഇയാളുടെ വായിന്ന് ഛേ എന്ന് വന്നു. ഇത് ഇദ്ദേഹം കേട്ടിട്ടുണ്ടോ ഇല്ലെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. പക്ഷേ എണീറ്റു. അപ്പോൾ എണീറ്റപ്പോൾ ഇദ്ദേഹം വിചാരിച്ചത് അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങാനായിരിക്കും എന്ന് പറഞ്ഞ് എണീറ്റിട്ട് മാറി നിന്നു. വേറൊരാൾ വന്നിവിടെ ഇരുന്നു. അവിടുന്ന് ഒരു മണിക്കൂറോളം, ഈ 27 കിലോമീറ്റർ എന്ന് പറയുന്ന ദൂരം അന്നത്തെ കാലത്ത് ഒരു മണിക്കൂറോളം യാത്ര ചെയ്തിട്ടാണ് നമ്മുടെ കഥാനായകൻ അയാളുടെ സ്റ്റോപ്പിൽ ഇറങ്ങിയത്. പക്ഷെ നമ്മുടെ കഥാനായകൻ അയാളുടെ സ്റ്റോപ്പിൽ ഇറങ്ങിയപ്പോഴും ഇയാൾ ഇറങ്ങിയിട്ടില്ല. ഈ 1 മണിക്കൂർ അതെ, ഇയാൾ നിൽക്കുകയാണ് അവിടെ. അപ്പൊ സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് തിരിഞ്ഞ് ബസ്സിൽ നോക്കിയപ്പോൾ ഈ മനുഷ്യൻ താഴെ നിൽക്കുന്ന ഇയാളെ നോക്കിയിട്ട് ഇങ്ങനെ കാണിച്ചു. എന്റെ ഫോണിലുണ്ടത്. ഇത് പോസ്റ്റ് ചെയ്ത ആളുടെ പേര് ഗോപാലകൃഷ്ണൻ എന്നാണ്. എനിക്ക് ഗോപാലകൃഷ്ണൻ ഇത് കാണുന്നുണ്ടെങ്കിൽ 1000 നന്ദി. കാരണം ഇതൊക്കെയാണ് ഒരു കലാസൃഷ്ടി കൊണ്ട് നമുക്ക് നമ്മുടെ ഒരു ഏറ്റവും വലിയ ഗ്രാറ്റിഫിക്കേഷൻ. അപ്പോൾ ഗോപാലകൃഷ്ണൻ പറഞ്ഞ ജെയിംസൺ ഡാലസ് കണ്ടപ്പോൾ എനിക്ക് തോന്നി അതാണെന്ന്. അന്ന് ഞാൻ ആ സിറ്റുവേഷൻ നേരെ മറിച്ച് ഹാൻഡിൽ ചെയ്തിരുന്നെങ്കിൽ, അപ്പോൾ ഒരു പക്ഷേ ഗോപാലകൃഷ്ണൻ ഉദ്ദേശിച്ചത് അടുത്തു വന്നിരുന്നു, ചേർന്ന് എന്താ എൻ്റെ പേര് എന്ന് ചോദിച്ചു. ആ ഒരൊറ്റ ചോദ്യത്തിൽ ഒരുപക്ഷെ അയാളുടെ ഓരോ ദിവസവും 100-200 ഗോപാലകൃഷ്ണന്മാരെ കാണുന്നുണ്ടാവും. ഇയാളെ കാണുമ്പോൾ അറപ്പ് കാണിക്കുന്ന, മാറി നിൽക്കുന്ന. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ഗോപാലകൃഷ്ണൻ ചേട്ടൻ്റെ പേരെന്താ എന്ന് ചോദിച്ചിരുന്നെങ്കിൽ എത്ര വ്യത്യാസം അത് അയാളുടെ ലൈഫിൽ ഉണ്ടാക്കിയേനെ എന്നുള്ളത്. അപ്പോൾ എനിക്കത് വായിച്ചിട്ട് വൺ ഓഫ് ദ ബെസ്റ്റ് റിവ്യൂസ് ഓഫ് ജെയിംസൺ ഡാലസ് ആയിട്ട് തോന്നി. അപ്പോൾ അതായത് ഇത് ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഇടയിലുള്ള കാര്യങ്ങൾ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ കടന്നുപോയ മുഹൂർത്തങ്ങൾ നമ്മൾ ഒന്ന് വേറിട്ട് ചിന്തിച്ചിരുന്നുവെങ്കിൽ നമുക്ക് എങ്ങനെ അത് ഇതിനേക്കാൾ ബെറ്റർ ആയിട്ട് ഡീൽ ചെയ്യാമായിരുന്നു എന്ന ഒരു തിരിഞ്ഞുനോട്ടം കൂടിയാണ് ജെയിംസൺ ഡാലസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് വേറൊരു ലെറ്റർ വന്നു, ഞാൻ പോസ്റ്റ് ചെയ്തിട്ടില്ല. അവിടെ വീട്ടിൽ വന്നത് കൊണ്ടുവന്നു മഞ്ജു. അത് ഈ റിവ്യൂവിൻ്റെ ഫോണിലുണ്ട്. ഈ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന ആള് ജെയിംസൺ ഡാലസിന് റിവ്യൂ എഴുതിയത് ഓൺലൈനിൽ കാണാം. എല്ലാവരും ഒന്ന് പറ്റിയാൽ വായിക്കണം കേട്ടോ. അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം എനിക്കറിയില്ല. ഗോപാലകൃഷ്ണൻ, അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത റിവ്യൂ ആണ്. 3 പേജോളം വരും. എൻ്റെ ട്വിറ്റർ ടൈം ലൈനിൽ ഞാനത് റീട്വീറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ലെറ്റർ വന്നു. ഈ ലെറ്റർ അങ്ങനെ ആരും വയ്ക്കില്ല, ഇതുപോലെ വാട്സപ്പ് എന്തെങ്കിലും വയ്ക്കല്ലേ ഉള്ളൂ. പക്ഷെ അയാൾക്ക് അത്രയും മനസ്സിൽ കൊണ്ടിട്ടുണ്ടാവണം. അദ്ദേഹത്തിൻ്റെ ഭാര്യ ക്യാൻസർ വന്ന് മരിച്ചുപോയി. മരിക്കാൻ കിടക്കുന്ന സമയത്ത് അതിന് തൊട്ട് മുന്നേയൊക്കെ മരിച്ചു പോകുമെന്നറിയുമല്ലോ. അപ്പോൾ അതിന് തൊട്ട് മുന്നേ പോലും ഇയാളുടെ ഈഗോ ഇയാളെ ഹേർട്ട് ചെയ്തിരുന്നു, ഇയാളുടെ പ്രോബ്ലംസ്. അത് വൺസ് മിസ്സായി പോയപ്പോഴാണ് ഇയാൾക്ക് പിന്നെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ അവളുടെ അടുത്ത് ക്ഷമിക്കണം എന്ന് പറയേണ്ടിയിരുന്നല്ലോ എന്നൊക്കെ. എന്നിട്ട് പിന്നെ അത് കുറഞ്ഞു. പിന്നെ ഈ സിനിമ കണ്ടപ്പോൾ അതിൻ്റെ ഒരു ആക്കം വീണ്ടും കൂടി. പക്ഷെ എന്നാലും എനിക്ക് അവൾ ആ സമയത്ത് എനിക്ക് ഒരു സോറി പറഞ്ഞതിന് ചിലപ്പോൾ അവൾ മനസ്സമാനമായിട്ട് മരിച്ചതിനെ എന്നൊരു തോന്നലിലേക്ക് ഞാൻ എത്തുന്നു. എനിക്കത് ഒരുപാട് എന്നെ ഹോണ്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് ജീവിച്ചിരിക്കുന്ന സമയത്ത് ആൾക്കാർ എക്സാക്ട്ലി. അപ്പോൾ എനിക്ക് ഞാൻ ഇത്രയും നമ്മൾ കേട്ടതും പറഞ്ഞതുമായിട്ടുള്ള എക്സ്പീരിയൻസ് ഇവിടെ ഷെയർ ചെയ്യാൻ കാര്യം എനിക്ക് തോന്നുന്നു ജെയിംസൺ ഡാലസിൻ്റെ സിനിമ
ബന്ധങ്ങൾക്കിടയിൽ ജീവിക്കുന്ന മനുഷ്യരാണെങ്കിൽ നമ്മളെല്ലാവരുമാണ്. ആ ബന്ധങ്ങളുടെ മൂല്യം എന്താണെന്ന് തിരിച്ചറിയാൻ മാത്രം ഒരു പ്രായവും പക്വതയും നമുക്ക് കൈവരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ജെയിംസിൻ്റെ ആലസ് കുടുംബസമേതം തിയേറ്ററിൽ പോയി കണ്ടിറങ്ങിയാൽ നിങ്ങളുടെ ലൈഫിൽ അതൊരു എൻറിച്ചിങ് എക്സ്പീരിയൻസ് ആവും. ഒരു നല്ല പുസ്തകം വായിക്കുന്ന ഒരു എൻറിച്ചിങ് എക്സ്പീരിയൻസ് ആണ്. ഒരു നല്ല ലോകപരിചയമുള്ള ഒരാളുമായിട്ട് ഒരു അരമണിക്കൂർ സംസാരിക്കുന്ന ഒരു എൻറിച്ചിങ് എക്സ്പീരിയൻസ് ആണ്. അതുപോലൊരു എൻറിച്ചിങ് എക്സ്പീരിയൻസ് ആയിരിക്കും ജെയിംസിൻ്റെ ആലസ് സിനിമ കാണുന്നതെന്ന് എനിക്ക് ഉറപ്പ് വരാൻ പറ്റും. കുടുംബസമേതം തിയേറ്ററിൽ പോയി സിനിമ കാണണം. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കഴിഞ്ഞ കാലങ്ങളിൽ പറ്റിപ്പോയ തെറ്റുകൾ തിരുത്താൻ ഇനി ഒരുപക്ഷെ അവസരങ്ങൾ ഉണ്ടാവില്ല. പക്ഷേ ഇനിയും വരാനിരിക്കുന്ന കാലഘട്ടത്തിൽ തെറ്റുകൾ സംഭവിക്കാതിരിക്കാൻ അവസരം ഇപ്പോഴും കൈവശമുണ്ട്. അത് ഉപയോഗിക്കാതെ പാഴാക്കാൻ സമ്മതിക്കാൻ പാടില്ല എന്നുള്ളൊരു പാഠപുസ്തകമാകും ഈ സിനിമ എന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും കുടുംബസമേതം തിയേറ്ററിൽ പോയി കാണണം. താങ്ക് യു.